let me tell you, the black mark on the face of the cheetah, that is like a sunglasses for them. It will avoid the sun rays. ഹലോ, ഇന്നൊരു ട്രാവൽ ബ്ലോഗാണ് കേട്ടോ ചെയ്യുന്നത്. ഞങ്ങളിന്ന് പോകുന്നത് ദുബൈയിലെ ഏറ്റവും വലിയ സൂ ആയ ദുബായ് സഫാരി പാർക്കിലാണ്. പല രാജ്യങ്ങളിലുള്ള ഒട്ടുമിക്ക അനിമൽസിനെയും അതുപോലെ തന്നെ ബേർഡ്സിനെയും നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഏകദേശം 2.8 മില്യൺ സ്ക്വയർ ഫീറ്റ് ആണ് കേട്ടോ ഈ ഒരു ദുബായ് സഫാരി പാർക്കിന് വേണ്ടി അവരെടുത്തിരിക്കുന്ന ഏരിയ. 2017 കേട്ടോ ഇത് ഓപ്പൺ ആയത്. ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ദുബായ് ഹറ്റാ റോഡില് അൽവർക്ക 5-ലാണ് കേട്ടോ. ആ പോകുന്ന മെട്രോ അതുപോലെ തന്നെ ട്രെയിൻ പോലെയുള്ള ആ ഒരു ബസ് സർവീസ് നമുക്ക് എടുക്കാൻ പറ്റും. നമുക്ക് അതിൽ കൂടെ നമുക്ക് ഓരോ വില്ലേജിൽ പോകാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ നടന്നിട്ട് പോകാനാണെങ്കിൽ കുറച്ച് ദൂരമുണ്ട്. ഫസ്റ്റ് നമ്മൾ കൊണ്ടുപോകുന്നത് ആഫ്രിക്കൻ വില്ലേജിലായിരുന്നു. ആഫ്രിക്കൻ വില്ലേജിലുള്ള ചിമ്പാൻസി ഹൗസിലാണ് കേട്ടോ ഫസ്റ്റ് നമ്മൾ പോയത്. ആഫ്രിക്കൻ വില്ലേജിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 2 സെഗ്മെന്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. റെപ്റ്റൈൽ ഹൗസും അതുപോലെ തന്നെ ഗ്രാൻഡ് ഐവറിയാണ്. ആഫ്രിക്കൻ വില്ലേജിലുള്ള ഒട്ടുമിക്ക അനിമൽസിനെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. നമ്മളൊരു സൺഡേ ആണ് കേട്ടോ വന്നത്. അത് മാത്രമല്ല നാഷണൽ ഡേ ഹോളിഡേയും കൂടെ ആയതുകൊണ്ട് ഒടുക്കത്തെ തിരക്കായിരുന്നു. നമുക്ക് ഈ പറഞ്ഞ 2 ഹൗസിലും കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സഫാരി പാർക്ക് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി അഡൽട്സിന് 50 ദിറംസും കിഡ്സിന് 20 ദിറംസും ആണ്. പിന്നെ അറേബ്യൻ ഡെസേർട്ട് സഫാരിയും ലൈവ് അനിമൽ പ്രസന്റേഷനും ആ ഒരു ആക്സസും കൂടി കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് അൺലിമിറ്റഡ് ട്രെയിൻ ആക്സസും സഫാരി പാർക്ക് കാണാനും ഒക്കെയുള്ള ആ ഒരു ടിക്കറ്റ് വരുന്നത് അഡൽട്സിന് 75ഉം അതുപോലെ തന്നെ കിഡ്സിന് 45 ദിറംസും ആണ് കേട്ടോ വരുന്നത്. എക്സ്പ്ലോറർ സഫാരി ടൂർ വരുന്നത് അഡൽട്സിന് 125ഉം അതുപോലെ തന്നെ കിഡ്സിന് 95 ദിറംസും ആണ് വരുന്നത്. കിഡ്സ് അണ്ടർ 3 ഇയേഴ്സ് ആണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് കാണാം കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് ടിക്കറ്റിന്റെ ആ ഒരു കാറ്റഗറി വരുന്നത്. ഞങ്ങൾ പോയത് നവംബറിലാണ്. നവംബർ നാഷണൽ ഡേയുടെ ആ ഒരു സമയത്താണ് കേട്ടോ പോയത്. അതുകൊണ്ട് ഈ ഒരു കാറ്റഗറി ആയിട്ടുള്ള ടിക്കറ്റ് ഒന്നും അല്ല എടുത്തത്. ഓഫർ ഉണ്ടായിരുന്നു. പെർ പേഴ്സണ് 100 ദിറംസ് ആയിരുന്നു കേട്ടോ. ഇതൊരു ഫുൾ ആക്സസ് ആണ് കേട്ടോ. നമുക്ക് സഫാരി പാർക്ക് ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ടിക്കറ്റ് ആണ്. ഇതിൽ നമുക്ക് ബസ്സും അതുപോലെ തന്നെ ട്രെയിൻ ആക്സസും ഒക്കെ കിട്ടും. അടുത്ത നമ്മൾ പോയത് എക്സ്പ്ലോറിംഗ് സഫാരി ടൂർ ആണ് കേട്ടോ. അതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. അത് നമ്മൾ മിസ് ചെയ്താൽ പിന്നെ വേറൊന്നും കണ്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഒരു വലിയ നീണ്ട ക്യൂവിന് ശേഷമാണ് കേട്ടോ നമുക്ക് ബസ് കിട്ടിയത്. ഇങ്ങനെ ബസ്സിൽ ഒരു 35 മിനിറ്റ്സോളം നമുക്ക് ലൈവായിട്ട് അനിമൽസിനെ കാണാനും അതുപോലെ തന്നെ ആ ഒരു വണ്ടിയിൽ ഒരു ഗൈഡ് കാണും. അവർ നമുക്ക് ഓരോ അനിമൽസിനെയും പറ്റിയും അതിൻ്റെ ഹാബിറ്റ്സ് അതിൻ്റെ ലൈഫ് സ്റ്റൈൽ എല്ലാം ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് തരും കേട്ടോ. ഇതെനിക്ക്
ഏറ്റവും ഇഷ്ടപ്പെട്ട കേട്ടോ. കാര്യം നമ്മളെല്ലാം ഒരു കൂട്ടിനകത്തും അനിമൽസ് നമ്മുടെ ചുറ്റും ഇങ്ങനെ നടക്കുന്ന അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നോർമലി നമ്മൾ സൂവിൽ പോകുമ്പോൾ അനിമൽസ് ഒരു കൂട്ടി കിടക്കും, അല്ലെങ്കിൽ പുറത്ത് നമ്മൾ നിന്ന്, പക്ഷേ ഈ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. ഒരു റിയൽ സഫാരി ടൂർ തന്നെയായിരുന്നു. ഓരോ ഗേറ്റിങ്ങിനും ഓപ്പൺ ആകും കേട്ടോ. അതിന് മുന്നേ വേറെ വണ്ടിയുണ്ട്. അപ്പോൾ അത് പോയതിന് ശേഷമാണ് നമ്മളെ ഗേറ്റിങ്ങിന് ഓപ്പണാക്കി വിടുന്നത്. നമ്മുടെ ഗൈഡ് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ ഓരോ അനിമൽസിനെ പറ്റിയും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ ഈ ഒരു സഫാരി ടൂറ്. പിന്നെ അതുപോലെ തന്നെ കിഡ്സിൻ്റെ ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു, കിഡ്സ് ഫാമൊക്കെ. അവിടെയൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബേർഡ്സിൻ്റെ ഷോ, അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. നമുക്കതൊന്നും കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാര്യം ഒടുക്കത്തെ ക്യൂ ആയിരുന്നു കേട്ടോ. ഇങ്ങനെയൊക്കെ നമ്മൾ കാണാൻ പോകും ഇങ്ങനെ ഹോളിഡേയ്സ് വരുന്ന ദിവസങ്ങളിൽ പോവാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. പിന്നെ ജിറാഫിനെ ഫീഡ് ചെയ്യുന്ന അതിന് ടൈമിംഗ് ഒക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒട്ടുമിക്ക സാധനങ്ങളും നമുക്ക് അവിടെ മിസ്സായിട്ടുണ്ട്. എന്നാലും നമുക്ക് കിട്ടിയ ഈ ഒരു എക്സ്പ്ലോറിങ് സഫാരി ടൂർ അടിപൊളിയായിരുന്നു കേട്ടോ. ഈ ഒരു വണ്ടിയിൽ പോകുന്ന അതും ഒരുപാട് നേരം, ഒരു മണിക്കൂറോളം ക്യൂ നിന്നിട്ടാണ് കേട്ടോ നമുക്ക് കയറാൻ പറ്റിയത്. കാര്യം ഒടുക്കത്തെ തിരക്കായിരുന്നു. നല്ല തിരക്കായതുകൊണ്ട് നമുക്ക് പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല.
പിന്നെ ഇവിടെ ഒരുപാട് പാർക്കുകളുണ്ട്, നമുക്ക് ഇവിടെ റെസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫുഡ് കഴിക്കാൻ ഒത്തിരി റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചുറ്റാകെ ഈ ഒരു പാർക്ക് കാണാൻ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. പിന്നെ അത്യാവശ്യം ക്ലൈമറ്റും കുഴപ്പമില്ലായിരുന്നു. നവംബറൊക്കെ ആയപ്പോൾ വിൻ്റർ സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എക്സിറ്റ് ആവുന്നതിൻ്റെ അവിടെ കുറച്ച് ഷോപ്പുകളുണ്ട് കേട്ടോ. നമുക്കിവിടെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് നോക്കിയിട്ട് ഇങ്ങനെ ഇറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.